ഇല്ല, മിനിസ്റ്റർ വന്നിട്ട് 2-3 വട്ടം അത് പരിശോധിച്ചു എന്നൊക്കെ പറയണത് നമ്മൾ റീൽസിലൂടെയും അതുപോലെ തന്നെ അടുത്ത ദിവസം പത്രങ്ങളിൽ നിന്നൊക്കെ അറിയണത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, എനിക്ക് ഇവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകില്ലേ? എങ്കിൽ എനിക്ക് പറയാനുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളുണ്ട്, വീഴ്ചകളുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് സംഭവിച്ചത് എനിക്ക് മാത്രം സംഭവിച്ചതാണ്. എന്നെ ഇവാക്യുവേറ്റ് ചെയ്തത് അവിടെ നിന്ന് ഏതാണ്ട് 15 മിനിറ്റോളം എടുത്തിട്ടാണ്. അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. ആ ഫെസിലിറ്റി പോലും അവിടെ വയ്ക്കാതെ 12,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് അവരുടെ പാരൻസ് 2 പേര് വെച്ചിട്ടാവുമ്പോൾ അത് തന്നെ 36,000 പേരായി. പിന്നെ കാണികൾ വേറെ ഗസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള സ്റ്റേഡിയം ഇപ്പോൾ കപ്പാസിറ്റി 30,000 എന്നാണ് പറയണത്. അപ്പോൾ അത്രയും പേരെ കൊണ്ടുവരുന്ന ഒരു പരിപാടിക്ക് പോലീസിൻ്റെ പോലും ഒരു പരിശോധന ഉണ്ടായില്ല. മിനിസ്റ്റർ വരുന്ന പരിപാടിക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിന് മുമ്പ് അത് വന്ന് പരിശോധിക്കേണ്ടതല്ലേ? അത് ആരുടെ വീഴ്ചയാണ്? പോലീസ് വരാത്തത് ആരുടെ വീഴ്ചയാണ്? പോലീസിനോട് മിനിസ്റ്റർ ഇൻഫോം ചെയ്തില്ല എന്ന് പറയുന്നു. ഇൻഫോം ചെയ്യാതെ ഇഷ്ടമുള്ള പരിപാടിക്ക് മിനിസ്റ്റർക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയാണ് ഈ ഗവൺമെൻറ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായ നടപടി തന്നെയാണ്. അത് കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സ്റ്റേഡിയത്തിനുള്ളിലെ കടകൾ അടയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊരു അറിയിപ്പ് കിട്ടിയില്ല. അവരുടെ നഷ്ടപരിഹാരം എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. പണി നടക്കുമ്പോൾ പൊടിയടക്കം അടിച്ചപ്പോൾ ആൾക്കാർ അങ്ങോട്ട് വരുന്നില്ല, കടകൾ അടച്ചിടേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഈ കടകളൊക്കെ കൊടുത്തത് തൊട്ട് തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കടകളൊക്കെ ബേക്കറിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് റെസ്റ്റോറൻ്റായിട്ട് മാറുക. അപ്പോൾ ഏത് രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും? അവിടെ ഗ്യാസ് ലൈൻ ഉപയോഗിക്കാൻ പറ്റുമോ? അവിടെ സ്റ്റീമർ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം 3 പേര് അവിടെ മരണപ്പെട്ടു. ഇതൊന്നും അറിയില്ലാതെ, ഇതാരും അറിയില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. അവിടെ ഫയർ NOC കിട്ടിയിട്ടില്ല. എന്താണ് കാര്യം? എൻ്റെ വീഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് അവിടെ മറ്റൊരാൾ വീണിട്ടുണ്ട്. ഒരുപക്ഷെ ചാനലുകാർ പോലും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം എപ്പിലെപ്സി വന്നിട്ട് വീണതാണെന്നാണ് ആക്കി തീർത്തിരിക്കുന്നത്. അത് ശരിയാണോ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ റെക്കോർഡ് കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്. എൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്.